നമസ്കാരം. ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ സിനിമയ്ക്ക് പോവുക പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കാറില്ല. എൻ്റെ സുഹൃത്ത് സജീവൻ അന്തിക്കാട് എല്ലാ സിനിമയും കാണും എന്നാണ് പറഞ്ഞത്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കാറില്ല. പലപ്പോഴും സിനിമ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ നടന്മാരുടെയോ സംവിധായകരുടെയോ ഒക്കെ മെച്ചം കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത പരിചയമുള്ളവർ നമ്മളോട് നിർദ്ദേശിക്കണം, ആവശ്യപ്പെടണം. ഇപ്പം മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഫഹദ് ഫാസിലിൻ്റെയോ പടമാണെങ്കിൽ കാണാൻ ശ്രമിക്കും. അല്പം തിരക്കാണെങ്കിലും എങ്ങനെയെങ്കിലും കാണാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനാണ് ജിത്തു ജോസഫ്. ജിത്തു ജോസഫിൻ്റെ സിനിമയൊന്നും മോശമാവില്ല എന്ന് മുൻവിധി നമുക്കുള്ളത് കൊണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി കാണും. അങ്ങനെയാണ് ഇന്നലെ ഞാൻ വലതുവശത്തെ കള്ളൻ എന്ന സിനിമ പോയി കാണുന്നത്. വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ പോസ്റ്റർ ഇറങ്ങിയപ്പോഴേ ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ പി സരിനൊക്കെ വി ഡി സതീശിനെ ഉദ്ദേശിച്ചുകൊണ്ട് വലതുവശത്തെ കള്ളൻ എന്ന തരത്തിൽ പോസ്റ്റർ പ്രചരിപ്പിച്ചിരുന്നു. ജിത്തു ജോസഫിന്റെ സിനിമയായതുകൊണ്ട് മാത്രമാണ് അല്പസമയം ഇന്നലെ അധികമായി കിട്ടിയപ്പോൾ അത് പോയി കണ്ടത്. നമ്മൾ സാധാരണ ജിത്തു ജോസഫിന്റെ സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉദ്വേഗജനകമായ കാര്യങ്ങളും ട്വിസ്റ്റുകളുമൊക്കെ ഈ സിനിമയിലും ധാരാളമുണ്ട്. സിനിമയെ കൃത്യമായി ഗൗരവത്തോടെ കാണുന്നവർക്ക്, നല്ല കഥ എങ്ങനെയാണ് അനാവരണം ചെയ്യുന്നത്, എങ്ങനെയാണ് ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ ഉചിതമാണ്. ദൃശ്യത്തിന്റെ മികവ് ഈ സിനിമയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ നമ്മളെ ബോറടിപ്പിക്കത്തില്ല, നമ്മളെ ടെൻഷൻ അടുപ്പിക്കുകയും എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷ ഉണ്ടാക്കുകയും ചെയ്യുന്ന പതിവ് ജിത്തു ജോസഫ് സിനിമ തന്നെയാണ് വലതുവശത്തെ കള്ളനും. ഈ സിനിമയുടെ ഏറ്റവും വലിയ മികവ് നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്വഭാവ നടന്മാരായ ബിജു മേനോന്റെയും ജോജു ജോർജിന്റെയും അഴിഞ്ഞാട്ടം തന്നെയാണ്. രണ്ടുപേരിൽ ആരാണ് കൂടുതൽ മെച്ചപ്പെട്ട അഭിനയം കാഴ്ചവെച്ചത് എന്ന് നമുക്കൊരു ജഡ്ജ്മെന്റിലെത്താൻ സാധ്യമല്ല. അത്ര മത്സരബുദ്ധിയോടെയാണ് രണ്ടുപേരും സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത്. ആന്റണി എന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ കഥാപാത്രത്തെയാണ് ബിജു മേനോൻ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നത്. കാലടി പോലീസ് സ്റ്റേഷനിലെ SHO ആണ് ആന്റണി. ആന്റണി മികച്ച ഉദ്യോഗസ്ഥനാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. മേലാളന്മാർക്ക് വേണ്ടി, അധികാരികൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകും, എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. നീതിയെ ചവിട്ടിമെതിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം ആന്റണി നമ്മുടെ ബെൻസിനെ വേട്ടയാടുന്ന ജോർജ് സാറിനെ പോലെ അത്ര ക്രൂരനല്ല താനും. ആന്റണിക്ക് ആന്റണിയുടേതായ വഴികളുണ്ട്, ശരികളുണ്ട്. അതുകൊണ്ട് തന്നെ ആന്റണിക്ക് സ്വകാര്യ ജീവിതത്തിൽ പല തിരിച്ചടികളും കിട്ടിയിട്ടുണ്ട്. ഭാര്യ നേരത്തെ തന്നെ മരിച്ചുപോയി. ഏകമകൻ ഫിലിപ്പിനെ ആന്റണി വളർത്തിക്കൊണ്ടുവരുന്നു. ആന്റണിയുടെ മനസാക്ഷിയില്ലാത്ത പോലീസ് സ്വഭാവം മകനെ സ്വാധീനിക്കുകയും മകൻ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വ്യക്തിയായി മാറുകയും ചെയ്യുന്നു. അങ്ങനെ ആന്റണിയുടെ ജീവിത സംഘർഷങ്ങൾ ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായി മാറുമ്പോൾ നേരെ വിപരീത സ്വഭാവവുമായി സാമുവൽ എന്ന ജോജു ജോർജിന്റെ കഥാപാത്രം എത്തുകയാണ്. ജോജു ജോർജിന്റെ സാമുവൽ എന്ന കഥാപാത്രം സമൂഹത്തോട് കടപ്പാടും കൂറുമുള്ള ഒരു നല്ല മനുഷ്യനാണ്. എന്നാൽ ജീവിത സാഹചര്യങ്ങളുടെ തുടർച്ചയായി വിപ്ലവമൊക്കെ അവസാനിപ്പിച്ച് കുട്ടിക്കാലത്തെ ഒരു ചെറിയ കമ്പ്യൂട്ടർ കടയുമായി കഴിയുന്നു. അപ്പന്റെ ജീനിൽ പിറന്നതുകൊണ്ട് മകൾ ഐറീനയ്ക്കും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന സ്വഭാവമുണ്ട്. കാലടി പോലീസ് സ്റ്റേഷൻ SHO ആയ ആന്റണിയുടെ പരിധിയിൽ വെച്ച് ഐറീനയെ കാണാതെ പോകുന്നു. മകളെ തേടിയെത്തുന്ന സാമുവൽ സഹായം തേടിയെത്തുന്നത് ആന്റണിയുടെ അടുത്താണ്. ആന്റണിയുടെ തനി സ്വഭാവം തിരിച്ചറിയുകയും ആന്റണിയുടെ പിന്നാലെ സാമുവൽ കൂടുകയും ചെയ്യുന്ന കഥയാണിത്. വളരെ വിചിത്രമായ രീതിയിൽ കഥ മുമ്പോട്ട് പോവുകയാണ്. കഥയുടെ ക്ലൈമാക്സിൽ എത്തുമ്പോഴാണ് യഥാർത്ഥ വില്ലനെ നമ്മൾ കണ്ടെത്തുന്നത്. ജിത്തുവിന്റെ എല്ലാ സിനിമയിലുമുള്ള ഞെട്ടിക്കുന്ന വഴിത്തിരിവ് തന്നെയാണ് ആന്റണിയിലൂടെയും സാമുവലിലൂടെയും ജിത്തു ഈ സിനിമയിലും അവതരിപ്പിക്കുന്നത്. ഇരുട്ടിന്റെയും സന്ധ്യയുടെയും ഒരു നിഴൽ ഈ സിനിമയുടെ സ്വഭാവമായതുകൊണ്ട് അതിന്റെ ദൃശ്യഭംഗിയെ അത് ബാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആന്റണി വർത്തമാനകാലത്തെ ഏറെ പ്രസക്തനാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ അധികാരികൾ പറഞ്ഞാൽ ആത്മാഭിമാനം മാറ്റിവെച്ച് മനസാക്ഷിക്ക് നിരക്കാത്ത വിധത്തിൽ നിരപരാധികളെ വേട്ടയാടുന്ന ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട്. യഥാർത്ഥ കള്ളന്മാരെയും കൊള്ളക്കാരെയും പിടിക്കാൻ അവർക്ക് താല്പര്യമില്ല. അഭിപ്രായം തുറന്നു പറയുന്നവരെ പിടിച്ചകത്തിടാൻ മേലുദ്യോഗസ്ഥന്മാരുടെയും രാഷ്ട്രീയ മേലാളന്മാരുടെയും ശിങ്കിടികളായി അതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദത്തിന് വേണ്ടി പാവങ്ങളെ മനസാക്ഷിയില്ലാതെ വേട്ടയാടുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെയുള്ള താക്കീതാണ് ആന്റണിയുടെ ജീവിത കഥ. ഒടുവിൽ മേലാളന്മാരൊക്കെ തടിതപ്പി പോകുമ്പോൾ ഒറ്റപ്പെടുന്നതും ജീവിത പ്രതിസന്ധിയോട് മല്ലിടിച്ച് മനസാക്ഷിയുടെ വെല്ലുവിളിക്ക് മുമ്പിൽ കീഴടങ്ങി ജീവിതം നഷ്ടപ്പെടുന്നതും ഇങ്ങനെ തിന്മ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കായിരിക്കും. ഓരോ മനുഷ്യർക്കും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ചില ദൗത്യമുണ്ട്. ആ ദൗത്യം ആ രീതിയിൽ തന്നെ പൂർത്തിയാക്കാതെ ആരുടെയെങ്കിലും നാവായി മാറി നിരപരാധികളെ വേട്ടയാടാൻ ഇറങ്ങിയാൽ
ഏതു നിമിഷവും തിരിച്ചടി ഉണ്ടാവാം. ഒരു ഇര രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ മതി, ഏതു ശക്തനെയും വീഴ്ത്താം എന്നർത്ഥം. അങ്ങനെ വീഴുമ്പോൾ ആരും സഹായിക്കാൻ ഉണ്ടായെന്ന് വരില്ല. ഇരകൾ പലപ്പോഴും രംഗത്ത് വരാതിരിക്കുന്നത് അവർക്ക് മരണഭയം ഉള്ളതുകൊണ്ടും ജീവിതത്തെക്കുറിച്ചുള്ള മോഹങ്ങൾ ബാക്കിയാവുന്നതുകൊണ്ടുമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടാൽ പിന്നെ മരണമാണ് തന്റെ മുമ്പിലുള്ള വഴി എന്ന് തിരിച്ചറിഞ്ഞാൽ ഏതറ്റം വരെ പോയി പോരാടാൻ ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ ഏതു ശക്തനും ഇല്ലാതാകും എന്ന് ആന്റണിയുടെയും സാമുവലിന്റെയും കഥ പഠിപ്പിക്കുന്നു. ഇത് ഈ നാട്ടിലെ സകല പോലീസുകാർക്കുമുള്ള മുന്നറിയിപ്പാണ്. ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് എടുത്തു ചാടി അരുതാത്തത് ചെയ്യാൻ കൂട്ടുനിന്നാൽ പറഞ്ഞവർ അവസാനം മുങ്ങും. അനുഭവിക്കേണ്ടി വരുന്നത് ഇച്ഛാശക്തിയുള്ള ഡയർ ഡബിളായ ഒരു ഇര നിങ്ങൾക്കെതിരെ രംഗത്ത് വരുമ്പോഴാണ്. ഏതു സാധാരണക്കാരനാണെങ്കിലും ഒരാളെ തീർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയാൽ അനായാസം തീർക്കാൻ കഴിയും എന്ന് ഈ സിനിമ പഠിപ്പിക്കുന്നു. സാമുവലിന്റെ ഭാര്യ തെരേസയായി നടി ലെനയുടെ തരക്കേടില്ലാത്ത റോൾ എടുത്തു പറയേണ്ടതാണ്. ഡിനു തോമസ് ഈലൻ എഴുതിയ തിരക്കഥയാണ് ജിത്തു ജോസഫ് മനോഹരമായ ഒരു സിനിമയാക്കി മാറ്റിയിരിക്കുന്നത്. സിനിമയെ ഇഷ്ടപ്പെടുന്നവർക്ക്, സിനിമയുടെ ട്വിസ്റ്റുകൾ ഇഷ്ടപ്പെടുന്നവർക്ക്, കഥ ഇഷ്ടപ്പെടുന്നവർക്ക്, ത്രില്ലടിച്ചിരുന്ന് ടെൻഷൻ അടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സിനിമ തന്നെയാണ് വലതുവശത്തെ കള്ളൻ.